ക്ലാസ് പാത്ത് ഇൻ ജാവ. അപ്പോൾ എന്താണ് ക്ലാസ് പാത്ത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഫയലോ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തു കൊണ്ടുവരുന്ന ആ ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്, അതിനെയാണ് നമ്മൾ ക്ലാസ് പാത്ത് എന്ന് പറയുക. സോ ക്ലാസ് പാത്ത് എന്ന് പറയുന്ന എൻവയോൺമെൻറ്റ് ജാവ കമ്പൈലറോടോ അല്ലെങ്കിൽ ജാവ റൺ ചെയ്യുന്ന സമയത്തോ എവിടെയാണ് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഉള്ളത് അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ പാക്കേജിലോട്ട് ഇമ്പോർട്ട് ചെയ്യൂ എന്നുള്ളതിനെയാണ് നമ്മൾ ക്ലാസ് പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് രണ്ട് രീതിയിലുണ്ട്. മുന്നേ പഠിച്ച പോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ക്ലാസ്സസ് ആൻഡ് പാക്കേജസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡോട്ട് ജാർ ലൈബ്രറീസ് ഉണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ക്ലാസ് പാത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ് ഫയൽസ് അല്ലെങ്കിൽ ഡോട്ട് ജാർ ഫയൽസ് നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷനിൽ ഇല്ലയെന്ന് കരുതുക. അപ്പോൾ ജാവ എന്ത് ചെയ്യണം? പോയി സെർച്ച് ചെയ്യണം അല്ലേ? എവിടെയാണോ നമ്മളുടെ ഫയൽസ് ഉള്ളത് ആ ഫയൽസിനെ നമ്മളുടെ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് പാത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ക്ലാസ് പാത്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ലിനക്സിനകത്ത് എക്സ്പോർട്ട് ക്ലാസ് പാത്ത് /path/2/classes എന്ന് പറഞ്ഞിട്ടുള്ള പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അതേ സമയത്ത് അത് വിൻഡോസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് മാറ്റിയിട്ട് നമ്മൾ സെറ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ലിനക്സിനകത്ത് നമ്മളെല്ലാം സ്ലാഷുകൾ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ കറണ്ട് റണ്ണിങ് ആയിട്ടുള്ള ഡയറക്ടറി കൂടി ഇൻക്ലൂഡ് ചെയ്യണം വിൻഡോസിനകത്ത് കേട്ടോ. സോ സെറ്റ് ക്ലാസ് പാത്ത് വിച്ച് ഈസ് ഈക്വൽ ടു സി ഡ്രൈവിനകത്ത്. ഓക്കെ, അതിനുശേഷം /path2/classes എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ / ആണ് കൊടുക്കുന്നത് വിൻഡോസിനകത്ത്. അപ്പോൾ ഇനി ഇതേ സാധനം നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്യുക എന്ന് നോക്കാം. ക്ലാസ് പാത്ത് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഗ്രാം റൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ജാവ -cp എന്ന് പറഞ്ഞു കൊടുക്കണം. cp എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ് പാത്ത്. നിങ്ങൾ ആ ക്ലാസ് പാത്തിനകത്ത് .test എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥം എന്താ? -cp എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലാസ് പാത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവയോട് പറയുകയാണ്, കറണ്ട് ഡയറക്ടറിക്കകത്ത് നിങ്ങൾ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ടോ എന്ന് പറഞ്ഞ് പോയി ചെക്ക് ചെയ്യൂ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ആ ക്ലാസ് പാത്തിനകത്ത് ആ ഫയൽ ഇല്ലെങ്കിൽ ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഒരു ക്ലാസ് പാത്ത് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ക്ലാസ് നോട്ട് ഫൗണ്ട് എന്നുള്ള കമൻറ്റ് നമുക്ക് കാണിക്കും. ഓക്കെ.